എൻ്റെ കൂടെ ചിറ്റ്ചാറ്റിലുള്ള കാനഡയിൽ നിന്നും ഷിജു എബ്രഹാം തോമസ് ആണ്. ഇദ്ദേഹം ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്, ഒരു എക്കണോമിസ്റ്റ് കൂടിയാണ്. ഗ്ലോബൽ ജിയോ എക്കണോമിക് പൊളിറ്റിക്സിനെ പറ്റി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പല ധാരണകളുണ്ട്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് റീജിയൻ ചൈനയുടെ പ്രസക്തി, ഗ്ലോബൽ എക്കോണമിയിൽ ചൈനയുടെ പ്രസക്തി, അതേപോലെ തന്നെ അമേരിക്ക ചൈന ഡിസ്പ്യൂട്ടുണ്ട്, പിന്നെ സെറ്റിലാവുന്നു, വീണ്ടും ഡിസ്പ്യൂട്ടുണ്ട്, വീണ്ടും സെറ്റിലാകുന്നു. ആ ഒരു പ്രസക്തി ഇതിനൊക്കെ ബേസ് ചെയ്തായിരിക്കും ചോദ്യങ്ങളും. ഇതൊരു ഇൻ്റർവ്യൂവിലെ ചിറ്റ്ചാറ്റാണ്, അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കും. ഷിജു നമസ്കാരം. നമസ്കാരം മാത്യു. ഷിജു, ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇൻഡോ പസഫിക്, അതിനകത്ത് ചൈനയുടെ പ്രസക്തി, ഇന്ത്യയുടെ ബോർഡറാണ്, ഏകദേശം പാകിസ്ഥാനേക്കാളും വലിയ ബോർഡർ ചൈനയാണ്. 3800 സ്ക്വയർ കിലോമീറ്ററാണ് ഇന്ത്യ ചൈനീസ് ബോർഡർ. ചൈനയും അമേരിക്കയുമായിട്ടുള്ള ടാരിഫിൻ്റെ മറ്റുള്ള ഡിസ്പ്യൂട്ട്, തായ്വാൻ ഇഷ്യൂ, ഫിലിപ്പൈൻ ഇഷ്യൂ, അതേപോലെ തന്നെ ജാപ്പനീസ് ഇഷ്യൂ, കൊറിയൻ ഇഷ്യൂ, ഈ ചൈനീസ് എക്കോണമിക്ക് വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പം ബേസിക്കലി ഇന്ത്യ ചൈന എന്ന് പറയുന്നത് ആദ്യം ഇപ്പോൾ അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ടും മറ്റേ പ്യൂണിറ്റീവ് ടാരിഫുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി പെട്ടെന്ന് ചൈനയിൽ പോകുന്നു, ഗാൽവൻ ഇഷ്യൂ എല്ലാം മറന്നിട്ട് ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഇന്ത്യയിൽ വരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ തുടർന്ന് ഇന്ത്യൻ മീഡിയയിലും പ്രത്യേകിച്ച് BJP സംഘപരിവാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ വലിയ രീതിയിൽ ചൈനയെ പറ്റി പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഈ ചൈന ഇന്ത്യ റിലേഷൻഷിപ്പിനെ പറ്റി പ്രത്യേകിച്ച് BJP RSS മീഡിയയിൽ ചൈനയ്ക്കെതിരെയാണ് വരുന്നത്. അതായത് വലിയൊരു ഷിഫ്റ്റ് അങ്ങായി. ഇതെല്ലാം കൂടെ നോക്കിക്കാണുമ്പോൾ എന്താണ് ഷിജുവിൻ്റെ അഭിപ്രായം, ഇന്ത്യ ചൈന ബന്ധം എന്ന് പറയുന്നത്? ഗുഡ് സി യു മാത്യു. വീണ്ടും നമ്മൾ കാണുന്ന സന്തോഷമുണ്ട്. ചൈന ഇഷ്യൂയിലേക്ക് നമുക്ക് നേരിട്ട് വന്നാൽ പ്രധാനമായിട്ടും ഒരു ട്രംപിൻ്റെ 2ാം വരവിന് ശേഷമുള്ള ടാരിഫ് ഇഷ്യൂ ലോകം മുഴുവനും വിറപ്പിക്കുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ ലോകത്തെ മുഴുവൻ ഇളക്കി മറിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവണം: അമേരിക്കയുടെ മുഴുവൻ ഗൺ ചൈനയ്ക്ക് നേരെയാണ്. ഇത് മുഴുവൻ ചൈനയിൽ അവസാനിക്കേണ്ട ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം മാത്രം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചാൽ, പെട്ടെന്നൊരു എൻ്റെ അഭിപ്രായത്തിൽ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യം അമേരിക്ക സഖ്യകക്ഷിയോട് ചേർന്നിരുന്നില്ലെങ്കിലും പിന്നെ ഹവായിലുണ്ടായിരുന്ന പേൾ ഹാർബറിൽ ഉണ്ടായ ജാപ്പനീസ് അറ്റാക്ക് കാരണം അമേരിക്ക അതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. അത് ജപ്പാനാണ് നടത്തിയതെന്നും ഇംഗ്ലണ്ടാണെന്നും പിന്നെ വിൽസൺ ചർച്ചിലാണെന്നൊക്കെ ഇങ്ങനെ ഇത്തരം അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനുശേഷം ഈ കൊളോണിയൽ സംവിധാനങ്ങൾ മുഴുവൻ തകരുകയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് ഒരു വലിയ വളർച്ച ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലോകം 2ആയിട്ട് തിരിയുന്നു. ഒരു സോഷ്യലിസം ബേസ്ഡ് ആയിട്ടുള്ള ലോകം, ക്യാപിറ്റലിസം ബേസ്ഡ് ആയിട്ടുള്ള ലോകം. ഇന്ത്യയെപ്പോൾ നമ്മൾ നോൺ അലൈൻമെൻറ്റ് ഒരു ചേരിയേരാ രാജ്യമായി അടുത്ത് നിൽക്കുന്നു. പിന്നെ ഫാസ്റ്റ് ഫോർവേഡ് 1990 US തകരുന്നു. US തകരുമ്പോൾ ഈ നോൺ അലൈൻ മൂവ്മെൻറ്റ് പ്രസക്തിയില്ല, നമുക്കും ഇതിനോട് ചേർന്നേ പറ്റുള്ളൂ. അക്കാലത്ത് നമ്മൾ ഓർക്കുന്നുണ്ട്, നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അമേരിക്ക എൻ്റെ സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇന്ത്യയെ വിൽക്കുന്നതൊക്കെ നമ്മൾ ഒത്തിരി പറയുകയൊക്കെ ചില. പക്ഷേ ബേസിക്കലി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയാണ് ഇന്ത്യൻ ലിബറലൈസേഷൻ പോളിസി കൊണ്ടുവരാൻ കാരണം. അതെ അതെ, അതാണ് ഇതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. വേറെ നിലനിൽപ്പില്ല, അതാണ് സത്യം. ഏകദേശം അതേ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഇത് അങ്ങനെ വരുമ്പോഴൊന്നും സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് പല നിയന്ത്രണങ്ങൾ എടുത്തു വേണ്ടി വരുന്നു. ചൈന പോലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ, സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ അവരുടെ അയൺ കർട്ടൻസ് എല്ലാം ഉയർത്തി, ഇരുപോതകളെല്ലാം മാറ്റി. അപ്പോഴത്തേക്ക് ലോകം കാണുന്ന അത്ഭുതകരമായ വലിയ കാര്യമുണ്ട്. വെസ്റ്റേൺ വേൾഡ് കാണുന്നു വലിയൊരു വിപണി, വലിയൊരു മാർക്കറ്റ്, അതാണ് തോന്നുന്നത്. അതോടൊപ്പം ചീപ്പ് ലേബർ, ഈ ഏഷ്യയുടെ ഭാഗത്തുള്ള ചീപ്പ് ലേബറിങ് കാണുന്നു. അത് വലിയൊരു അവസരമായിട്ട് കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, അക്കാലം വരെ ട്രേഡ് നിയന്ത്രിച്ചുള്ള സംവിധാനമുണ്ട്. ഗ്യാറ്റ് എന്ന് പറയും, ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ്, ടാരിഫ് ആൻഡ് ട്രേഡ്. അത് മാറിയാണ് WTO വരുന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വരുന്നത്. ഇതാണ് ഈ ട്രേഡിനെ നിയന്ത്രിക്കുന്നത്. അപ്പം ഗ്യാറ്റിനകത്ത് ഈ ഗുഡ്സ് ട്രാൻസാക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ WTOക്ക് എത്തുന്നത് സർവീസസും. പക്ഷെങ്കിൽ
ഒന്ന് ആലോചിക്കണം, 1990 തകരുന്ന ഈ നമ്മുടെ കോൾഡ് വാർ ശീതീകരണത്തിൽ നിൽക്കുന്നു. അതിനുശേഷം US തകർച്ചയ്ക്ക് ശേഷം ചൈന ഈ 1990 US തകർച്ച ഉണ്ടായെങ്കിൽ അതിന് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപക മെമ്പറാണ് ഈ WTOയ്ക്കകത്ത്. പക്ഷെ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ചൈന അതിലേക്ക് വരുന്നത്. 2000 ചൈന WTO വരുന്നത്. പക്ഷെ WTO ചൈന വന്നു കഴിയുമ്പോൾ അന്ന് ചൈനയുടെ GDP എന്ന് പറയുന്നത് 1 ട്രില്യൺ താഴെ ഉള്ളു. 960 ബില്യൺ വെച്ചോളൂ, വേണ്ട 1 ട്രില്യൺ തന്നെ കൂട്ടിക്കോളൂ. പക്ഷെ 20 വർഷം കൊണ്ട് ചൈന അഭൂതപൂർവമായ വളർച്ച ഉണ്ടാക്കി 20 ട്രില്യണിലെത്തി. അതായത് അമേരിക്ക 200 വർഷം കൊണ്ട് നേടിയ വളർച്ചയാണ് ചൈന 20 വർഷം കൊണ്ട് നേടിയത്. ഈ വളർച്ചയ്ക്ക് പിന്തുടരു ഒരു സാധാരണ വളർച്ചയല്ല, അസാധാരണമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അൺഎത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസ്. രണ്ടാമത് കറൻസി മാനിപ്പുലേഷൻ, മോണിറ്ററി അഡ്ജസ്റ്റ്മെന്റ്സ്. 3, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. ഇത് 3 അമേരിക്കയെ സംബന്ധിച്ച് വലിയ വിഷയം തന്നെ. ഒന്നാമത് WTOയ്ക്കകത്തൊരു ഒരു നിയമം ഉണ്ടായിരുന്നത്, രാജ്യങ്ങൾ സബ്സിഡി കൊടുക്കാൻ പാടില്ല. നമ്മുടെയൊക്കെ അറിയാം LPG ഗ്യാസൊക്കെ 10 ദിവസം കൊണ്ട് വില കൂടി. പക്ഷേ ചൈന എന്ത് ചെയ്തു? സബ്സിഡൈസ് ചെയ്തു. മാനുഫാക്ചറിങ്ങിനകത്ത് സ്ലേവ് ലേബർ എന്നാണ് ഇന്ന് അവർ പറയുന്നത്. ഇന്നും സ്ലേവ് ലേബർ ചീപ്പാക്കി. പിന്നെ മാനുഫാക്ചേഴ്സ് സബ്സിഡി കൊടുക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ പ്രകടമാണ്. പക്ഷേ WTO എന്ന് പറയുന്നത് ഒരു നമ്മളെന്താണ് UN പോയിട്ട് കടലാസ് വരിക, പ്രത്യേകിച്ച് വരിക അല്ല, അതിനകത്ത് വെച്ച് പ്രസക്തി ഒന്നുമില്ല. പക്ഷെ ഇത് അമേരിക്ക അറിയാമായിരുന്നു. ഇതിനുശേഷം വന്ന 3-4 പ്രസിഡന്റുമാർക്ക് അറിയാമായിരുന്നെങ്കിലും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഈ മാനുഫാക്ചറിങ് മുഴുവൻ ഈ ചൈനയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. കാരണം ചീപ്പ് ലേബർ ഉള്ളത് കാരണം. ഷിഫ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം, 500 സിമെന്റ് ഫാക്ടറികൾ, ഏകദേശം 5000 തൊഴിലാളികളോടും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടും ജോലി ചെയ്യുന്നവരുടെ തൊഴിലാളികൾ ഇത് അടച്ചു പോകുക. അല്ലെങ്കിൽ ഞാൻ സിമെന്റ് എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മറ്റ് ഒരുപാട് വ്യവസായങ്ങൾ അതുപോലെ ചൈനയിലേക്ക് പോയി. പക്ഷെ കോവിഡ് വന്നപ്പോഴത്തേക്കും ഒരു റോഡ് അവേക്കനിങ് എന്ന് പറയത്തില്ലേ, സംഭവിച്ചത് വെച്ചാൽ കോവിഡ് വന്നപ്പോഴത്തേക്കും വെസ്റ്റേൺ വേൾഡ് ചോദിച്ച ചോദ്യമുണ്ട്, ഒരു മാസ്ക് ഉണ്ടാക്കാൻ കഴിയാത്ത വിധം നമ്മുടെ മാനുഫാക്ചറിങ് ബിസിനസ് സംഭവിച്ചു. അവിടെ നിന്നാണ് ട്രംപിന് 2ാം വരവ്. ട്രംപിനും ബോധ്യം വന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ മാനുഫാക്ചറിങ് തിരിച്ചു കൊണ്ടുവരണം അമേരിക്കയിലേക്ക്. പല പ്രാവശ്യം ഒബാമ പറഞ്ഞു ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഞാൻ തീർത്തും അപ്രായോഗികമാണെന്ന് പറഞ്ഞു. അത് തിരിച്ചു കൊണ്ടുവരാനുള്ളതാണ് ട്രംപിൻ്റെ ഓഫർ. അവിടെയാണ് ട്രംപ് 2ാം ഭാഗം വരുന്നത്. ട്രംപിന് 2-3 ഓഫർ നോക്കും. ഒന്നെന്ന് പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാനുഫാക്ചറിങ് തിരിച്ചു കൊണ്ടുവരും. 2, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തടയും. വെസ്റ്റേൺ സദൈൻ സൈഡിൽ വേലി കെട്ടുക. ഇല്ലീഗൽ ഇമിഗ്രൻ അവിടെ തൊഴിലുകൾ കൊണ്ടുപോകുന്നവരെ അടിച്ചു മാറ്റുന്നവരെ അതിലേക്ക് വരുത്താതിരിക്കാനുള്ള ശ്രമമാണ് 2ാമത്തത്. പിന്നെ ഈ തൊഴിലില്ലായ്മ കാരണം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മൈഗ്രേഷൻ മാതിരി ജോലി നഷ്ടപ്പെട്ട തലമുറകളുണ്ട് അമേരിക്കയിൽ. അമേരിക്ക മുഴുവൻ ഉള്ള ഈ ഇൻഡസ്ട്രി അടച്ചു പോയ വഴി, ഓട്ടോ ഇൻഡസ്ട്രിയിൽ നിന്ന്, ഇത്തരം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു പോയ ഈ തലമുറകളൊക്കെ വളരെ അസ്വസ്ഥരാണ്. അവർക്കാണ് ഈ ട്രംപ് ഓഫർ കൊടുക്കുന്നത്, വി വിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. 2ാമത് സാധാരണ സംസാരിക്കാനുള്ള പോലെ തന്നെ വളരെ വിപുലമായിട്ട് ഒരു ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ ബേസ് ഉണ്ട്. ഇവർക്ക് കൊടുത്ത ഓഫർ എന്ന് പറയുന്നത്, നമ്മൾ കരുതുന്നുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു സെക്കുലർ രാജ്യമാണ്, ഒരു മതനിരപേക്ഷ രാജ്യം, ഒരു മതത്തോടും പ്രത്യേക താല്പര്യമില്ല. അപ്പൊ അമേരിക്ക ആയിരിക്കണം നമ്മൾ ധരിക്കുക. അമേരിക്ക അങ്ങനല്ല. അമേരിക്ക ഒരു ജൂഡേ ക്രിസ്ത്യൻ രാജ്യമാണ്. അതെ. കാരണം ഒരു ക്രിസ്ത്യൻ ഫിലോസഫിയിൽ അതിന്റെ ഫണ്ടമെന്റൽ ഉണ്ടായ, അതായത് ബേസ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഫെയ്ത്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് വൈറ്റ് ഹൗസിനകത്ത്. പക്ഷെ എനിക്ക് അങ്ങനെ വന്ന് അപ്പം ആ ഒരു വലിയ ക്ലാസിന്റെ സപ്പോർട്ട് കിട്ടി. പിന്നെ ഈ നമ്മുടെ ടേണിംഗ് പോയിന്റ് USA മാതിരിയുള്ള, ചാർലിക്കറ്റ് മാതിരിയുള്ള യുവ മൂവ്മെന്റ്, ഈ ഡയലോഗ്സ് വഴി ഉള്ള മൂവ്മെന്റ്, ആ മൂവ്മെന്റ് വഴി ഒരുപാട് യങ്സ്റ്റേഴ്സിനെ ഇതിലേക്ക് ആകർഷിച്ചു. അപ്പൊ അങ്ങനെ ഈ ഓഫർ കൊടുത്താണ് ട്രംപ് വരുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, ചൈനയുടെ അണത്തിക്കൽ പ്രാക്ടീസിനെതിരായിട്ട് ചൈനയുടെ ഈ വളർച്ച എന്ന് പറഞ്ഞാൽ 20 വർഷം കൊണ്ട് ചൈന നേടിയ വളർച്ച എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു സാധാരണ വളർച്ചയായിരുന്നില്ല, വളരെ അണത്തിക്കലായിട്ടുള്ള വളർച്ചയായിരുന്നു. ഇന്നലത്തെ ഓരോ ദിവസം നോക്കിയാൽ കാണാം, വൈറ്റ് ഹൗസിന്റെ പ്രസ് കോൺഫറൻസും ഇന്നലെ FBIയുടെ ചീഫ് പറയുന്നുണ്ട്,
ഈ എസ്പിനേജ് അവരുടെ ചാരപ്രവർത്തനങ്ങൾ, പിന്നെ ഇപ്പോൾ പറയുന്നത് ചൈനയുമായിട്ടുള്ള ബന്ധം. നമ്മളെപ്പോഴും കരുതുന്നത് ട്രംപ് വന്ന് യു ആർ മൈ ഫ്രണ്ട് എന്നോ അല്ലെ യു ആർ ബ്യൂട്ടിഫുൾ എന്നോ യു ആർ ഹാൻസം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യം. അത് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രത്യേക പ്രയോഗം മാത്രം, അതൊന്നും അർത്ഥമില്ല. നമ്മളും കരുതുക എന്തുകൊണ്ടോ നമ്മളങ്ങ് ഫ്രണ്ടാണെന്ന് കരുതുക. പിന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ചൈനയുമായിട്ട് സോഫ്റ്റ് വാർ ആരംഭിച്ചിരിക്കുന്ന വളരെ മൃദുലമായിട്ട് യുദ്ധം ആരംഭിക്കുകയാണ്. ഇത് ചൈനയിലേക്ക് തിരികെയാണ്. അവർക്ക് വേണ്ടത് ഇപ്പം മാറ്റിയാൽ അമേരിക്കയ്ക്ക് വേണ്ടത് അമേരിക്കയ്ക്ക് വേണ്ടത് ചൈനയ്ക്ക് കിട്ടുകൊണ്ട് അതിൻ്റെ സഹായമാണ് വേണ്ടത്. അതാണ് അവർ നോക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ഈ സൗത്ത് ചൈന സൈഡിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് 4 വർഷം ട്രംപ് കഴിയുന്ന മുമ്പ് തായ്വാൻ എപ്പോഴും മിക്കവാറും ഇൻഡിപെൻഡൻ്റ് ആക്കും. അല്ല, അതിനു വേണ്ടി അവർക്ക് ഇന്ത്യ വേണം. അതാണ് അതിന്റെ ബേസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ നല്ലൊരു പാർട്ട്ണറാണ്. നല്ലൊരു പാർട്ട്ണർ, അതിനു വേണ്ടി അവർ ഇന്ത്യ വളർത്തും. അല്ലാതെ ഇന്ത്യയോടുള്ള പ്രേമമൊന്നും അല്ല ഇതിന്റെ കാരണം. ഇത് ചുമ്മാതാണ് ധാരണയൊക്കെ വെച്ചു നിർത്തുക. ചൈനയുടെ ഒരു നല്ല ഒരു പാർട്ട്ണറായിരുന്നു. കാര്യം ഇന്ത്യ തീർച്ചയായിട്ടും ഇന്ത്യ നല്ല പാർട്ട്ണറാണ്. മിലിറ്ററി പവർ ഉണ്ട്, ഇന്ത്യയുടെ നല്ല പൊസിഷനാണ് ചൈനയ്ക്കെതിരെ. പക്ഷെങ്കിൽ ഇവിടെ സംഭവിച്ചൊരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ ഒരു ട്രസ്റ്റബിൾ പാർട്ട്ണറാണെന്ന് ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിന് ധാരണയില്ല. അത് നമ്മൾ ആ ഒരു റിലയിൽ ഒരു വിശ്വാസമുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്തു. കാരണം പ്രത്യേകിച്ച് ഞാൻ ചില യൂറോപ്യൻ യൂണിയൻ ബീറ്റ് ഉള്ള ചില EU ബീറ്റ് ചെയ്യുന്ന പല ജേർണലിസ്റ്റുകളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം നേരത്തെ അവരൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റിയും ഇന്ത്യയെ പറ്റിയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവനും യു ടേൺ ചെയ്ത്. കാരണം എങ്ങനെ ഇന്ത്യയെ വിശ്വസിക്കാൻ പറ്റും? ഒരു പരിധി നമ്മൾ ന്യൂട്രലായിട്ട് ചിന്തിച്ചാൽ സത്യമല്ലേ. കാരണം ഇന്ത്യയും പാകിസ്ഥാനും ഓപ്ഷനാണ് അമേരിക്കയ്ക്കെങ്കിൽ. അതായത് യുദ്ധം ഉണ്ടാകുകയോ അങ്ങനെ സംവിധാനം ഉണ്ടാകുകയോ ഏതാ യുദ്ധമാണെന്ന് പുറപ്പെടണം, അല്ലെങ്കിൽ റീഫ്യൂർ ചെയ്യണം, അല്ലെങ്കിൽ സഹായം വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്രയോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം, എത്രയോ അഭിപ്രായങ്ങൾ ഇതുപോലെ തന്നെ മാറ്റാം. പക്ഷേ ഇത് പാകിസ്ഥാനിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പാകിസ്ഥാൻ അവരുടെ വിരൽത്തുമ്പിരിക്കും. ഒരു ക്ലീൻ ബേസ് ആണത്. അപ്പം അഫ്ഗാനിസ്ഥാനെ നമ്മൾ കണ്ട ഒസാമ ബിൻ ലാഡൻ രീതികളെല്ലാം കണ്ട് അവർ കംപ്ലീറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക അവരുടെ. അപ്പൊ അതുപോലെ ആകണം ഇന്ത്യ എന്നല്ല പറഞ്ഞു. അല്ല, അതിൻ്റെ വിഷയം അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവമുണ്ട്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം മാത്രമാണ് ഇപ്പോഴും ലോകത്തിലെ അമേരിക്കയുമായിട്ടും ചൈനയുമായിട്ടും ഒരേ രീതിയിലുള്ള ബന്ധം കൊണ്ടുപോകുന്നു. അതെ, നമ്മൾ ഒരേ രീതിയിൽ കരുതുന്നെങ്കിലും രണ്ടുപേരും സംശയത്തോടെ കാണുന്നു. ഇപ്പൊ രണ്ടുപേരും വിശ്വസിക്കാത്ത രാജ്യമൊന്നും വേണ്ടില്ല. പക്ഷെ പൊതുവെ ആലോചിച്ച് നോക്ക്, അത് ശരിക്കും അത് ഇന്ത്യയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ഇന്ത്യയുടെ ഫ്യൂച്ചറായിട്ട്. ഇത് ഈ പറയുന്ന പോലെ ഒരു ലോങ് ടേം ഒന്നും ആയിരിക്കത്തില്ല. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഈ ചൈനയ്ക്ക് നേരെ മാറ്റി പറഞ്ഞ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ആരുടെ പ്രൈമറി എയിം ചെയ്തിരുന്നെങ്കിലും ഇപ്പൊ ഇന്ത്യയെ വിട്ടിട്ട് ജപ്പാൻ, സൗത്ത് കൊറിയ, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, അതിനുശേഷം മലേഷ്യ, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, ഈവൻ ഖസാക്കിസ്ഥാൻ വരെ ഏബ്രഹാം അക്കോർഡ് സൈൻ ചെയ്തു. അപ്പൊ ചൈനയ്ക്ക് ചുറ്റും അമേരിക്കയായി. അത് ഇന്തോനേഷ്യ, കാരണം ആ ബന്ധം ഇന്തോനേഷ്യ സഹായിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയുടെ ബന്ധം കണ്ട് പെട്ടെന്ന് സോളിഡ് ആക്കി. ഇതെല്ലാം വെറുതെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഓഫറിന്റെ പുറത്ത് ഏതിന് പ്രത്യേക ട്രേഡാണ്, ടാരിഫാണ് ട്രംപിന്റെ ആയുധം. ഇതുപയോഗിച്ചാണ് ഇദ്ദേഹം ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യക്കൊരു ട്രസ്റ്റബിൾ ആയിട്ട് അലയില്ല, പാർട്ട്ണറില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഇന്ത്യ അങ്ങനെ തന്നെ, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു നോൺ അലൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ചേരിയര സംവിധാനത്തിൽ നിന്നതുപോലെ നിൽക്കാൻ അമേരിക്ക സമ്മതിക്കത്തില്ല. തീർച്ചയായും ഭയപ്പെടേണ്ടതാണ്. ഇത് ബ്രിക്സ് ഒന്നും ഒരു ലോങ് ടേം സ്റ്റാൻഡിങ് ഒരു അങ്ങനെ ഒരു ഫോറം ഒന്നും അല്ലാതെ അങ്ങനെ ഫോറം ചില മീഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് ബ്രിക്സ് എന്ന് പറയുന്നത് ആ ഒരു ചൈനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നൊരു ഫോറമാണ് ബ്രിക്സ്. അത് കൊണ്ടുവന്ന് മാത്രമല്ല, അമേരിക്കയ്ക്കെതിരെ അത്തരം ഒരു ശക്തി വളരാൻ അമേരിക്ക അനുവദിക്കത്തില്ല. ട്രംപ് പറയുന്നുണ്ട്, യു പ്ലേ വിത്ത് ദ ലൂസേഴ്സ്, നിങ്ങൾ തകർക്കും തന്നെയാണ് പറയുന്നത്. നമ്മുടെ എന്താ സൗത്ത് ഏഷ്യ അലയൻസ് ഓഫ് ഗ്ലോബൽ സൗത്ത് അതുണ്ടായി. അതിനകത്ത് ഈ രാജ്യങ്ങളൊക്കെ മിക്കവാറും വെസ്റ്റായിരിക്കും. ഇപ്പം വെസ്റ്റേൺ അതേപോലെ തന്നെ SCO ഷങ്കായി, അത് ബേസിക്കലി അതൊക്കെ ചൈനയുടെയാണ്. ഇതിനകത്തൊന്നും ചൈന ഇല്ല എങ്കിൽ ഇതൊന്നും ഇല്ല. ചൈന ശ്രമിക്കുകയാണ് ഒരു ബദൽ ശക്തിയായിട്ട് വരാൻ വേണ്ടി. അതൊരു കാരണവശാലും അമേരിക്ക അനുവദിക്കത്തില്ലെന്ന് മാത്രമല്ല,
ഈ ഒരു ചൈനയ്ക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റം അമേരിക്കയുടെ ഒരു രീതി എന്ന് പറയുന്നത് തന്നെ ദീർഘനാളിന്റെ ഉപരോധം ഏർപ്പെടുത്തുക, എക്കണോമിക്കലി വീക്ക് ആക്കുക, അതിന്റെ അവരുടെ കോൺഫിഡൻസും മൊറയിലും താഴ്ക്കുക. അതിനുശേഷം നമ്മൾ റഷ്യ നമ്മുടെ കണ്ടു, ഇറാഖിൽ കണ്ടു, മറ്റു രാജ്യങ്ങളെ കാണും. അതാണ് അമേരിക്കയുടെ സ്റ്റൈൽ തന്നെ. അപ്പോൾ അമേരിക്ക ചുറ്റും ഇങ്ങനെ ഇത്തരം ഒരു ഡയറക്റ്റ് എംബാർഗോ ചൈനയ്ക്ക് നേരെ കൊണ്ടുവന്നില്ല എങ്കിലും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് പ്രധാന വിഷയമായിട്ട് മാറും. ഇന്ത്യ അമേരിക്കയോട് യോജിക്കുന്നില്ല. കാരണം ഇന്ത്യ ഒരു വിശ്വസ്ത പാർട്ണർ അല്ലാത്തതുകൊണ്ട്. എങ്ങനെ ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പാകിസ്ഥാനെയും കാശ്മീരും ഈ ഇസ്ലാമിക് തീവ്രവാദം ഉപയോഗിക്കും. അതാണ് ഏറ്റവും നല്ല ആയുധം ഇപ്പോൾ. അത് ഈ ബംഗ്ലാദേശിന് ഉപയോഗിക്കും, ടർക്കി ഉപയോഗിക്കും, ഇവരൊക്കെ ഉപയോഗിക്കും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചോദ്യം, നമ്മൾ ഭയപ്പെടേണ്ട വേറൊരു വിഷയം അടുത്ത കാലത്ത് നമ്മൾ കണ്ടു. സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഒരു മിലിറ്ററി അക്കോർഡ് സൈൻ ചെയ്യുന്നു. അതായത് ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ മറ്റു രാജ്യത്തെ ആക്രമിച്ചതായിട്ട് കണക്കാക്കും. സൗദി അറേബ്യ എന്നെങ്കിലും പാകിസ്ഥാനെ വിശ്വസിക്കുമോ? എന്നെങ്കിലും ഇയാൾ അടക്കുമോ? ഇത് പിമ്പിന് ആരായിരിക്കും? അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കും ഈ അക്കോർഡ്. കാരണം ഈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ആരും വന്ന് പാകിസ്ഥാന് വേണ്ടി യുദ്ധം ചെയ്തില്ല, അത് നമുക്ക് ഉറപ്പായിട്ട് അറിയാം. പക്ഷേ ഇത് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് സൗദി അറേബ്യ വഴിയായിരിക്കും. അമേരിക്കയ്ക്ക് ആയുധങ്ങൾ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? ട്രംപ് വന്നപ്പോൾ ആദ്യം പറഞ്ഞ എന്താ 350 ബില്യൺ കൊടുത്തു, 350 ബില്യൺ ബാരൽ കൊടുത്തു. അങ്ങനെ പണം പോയ കണക്കാണ് ട്രംപ് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഉണ്ടായെന്താ വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് മുഴുവൻ പണവും കൊടുത്ത് വാങ്ങുന്നു. യൂറോപ്യൻ യൂണിയൻ യുക്രൈൻ ആയുധം കൊടുക്കുന്നു. അമേരിക്ക ഒരു പരാതിയില്ല. നാളെ പാകിസ്ഥാനെ സഹായിക്കേണ്ടി വന്നാൽ സൗദി അറേബ്യ ആയുധം വാങ്ങിച്ചോണം പണം കിട്ടണം. ഇതാണ് ട്രംപിന്റെ ഒരു പോയിന്റ്. അത് കാരണം അൾട്ടിമേറ്റ്ലി അമേരിക്ക ഈസ് ബിസിനസ്. അത് അമേരിക്കയുടെ ബിസിനസ് കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ മുകളിൽ വലിയ പ്രഷർ ഉണ്ടെന്നാ. കാരണം ഇപ്പം കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഹിസ്റ്റോറിക് ഡീല് സൈൻ ചെയ്തു. LPG, അതായത് 1 വർഷത്തേക്ക് LPG അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അമേരിക്കയിൽ നിന്നും വാങ്ങാൻ. അതേപോലെ അമേരിക്കൻ കമ്പനികളുമായിട്ട് ലോങ് ടേം ഡീലിൽ പോയേക്കുവാണ് ക്രൂഡ്. അതേപോലെ തന്നെ ഈ ലിക്വിഡ് ഗ്യാസ്. അതായത് എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ് മോദി ഗവൺമെൻറ് ഈ അമേരിക്കൻ രീതി കാരണം ഭയന്നു പോയെന്ന് എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങളിൽ. അല്ലെങ്കിൽ ഇതൊരു കാര്യമുണ്ട് ഷിജു. ഇപ്പം ബേസിക്കലി ഇന്ത്യ ഗവൺമെൻറ്, കാരണം ഇന്ത്യക്ക് എനർജി ആവശ്യമുണ്ട് ഉറപ്പായിട്ടും, നമ്മുടെ കൺസപ്ഷൻ വളരെ കൂടുതലാണ്. ഈ അറബ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ഇത്രമാത്രം ഇന്ത്യക്കാർ ഈ അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ആ സാധനം റീപ്ലേസ് ചെയ്ത് അമേരിക്കയ്ക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് വായിക്കാൻ മനസ്സിലാക്കുന്നത്? മോദി അഡ്മിനിസ്ട്രേഷൻ ഇപ്പോഴാണ് കാര്യങ്ങൾ പിടികിട്ടിയത്. ഈ പോക്ക് ശരിയാവത്തില്ല. കാരണം ആ പഴയ ആ പോളിസിയും ഈ പറയുന്ന റഷ്യൻ പോളിസിയും ഈ ചൈനീസ് പോളിസിയും ഒക്കെ അബദ്ധം ഉണ്ടായി. കാരണം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക രാജ്യങ്ങൾ ശത്രു രീതിയിലോട്ട് നമ്മളുമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അമേരിക്കൻ ഡിപ്ലോമാറ്റിക് ഗെയിം എന്ന് പറയുന്നത് ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലോട്ടാണ് പോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പെട്ടെന്ന് അതായത് പൂ ചോദിച്ചവർ ഒരു പൂന്തോട്ടം കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പം ഇന്ത്യ പൂർണ്ണമായിട്ട് ഒരു അമേരിക്കൻ രീതിയിലോട്ട് അവിടെ നിന്ന് ബൈ ചെയ്യുമോ, അതായത് സറണ്ടർ ചെയ്തു എന്ന് വേണേൽ പറയാം. പക്ഷേ അമേരിക്ക എതിർത്ത് നിൽക്കാൻ ഇന്ത്യക്ക് കഴിയുമോ? അത് ഒരു വിഷയം. രണ്ടാമത് വേറൊരു പ്രധാന വിഷയമുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു ഫൽഗാമിനെ അറ്റാക്ക് നമ്മൾ പ്രതിരോധിച്ചപ്പം ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു അതിൻ്റെ എഫക്റ്റെങ്കിലും ഇന്ത്യക്കുള്ളിൽ മോദി ഒരു ഇമേജ് ഉണ്ടാക്കും. അതാണ് നമ്മൾ ബീഹാർ കാണുന്നത്. ഇന്ത്യക്കുള്ളിൽ മോദിക്ക് ഒരു ഇമേജ് ഉണ്ട് ആസ് എ ലീഡർ. പക്ഷേ ഇന്ത്യക്ക് പുറത്തതുണ്ടോ? ഇന്ന് ഡൽഹിയിൽ നടന്ന ഈ അടുത്ത സമയം ഡൽഹിയിൽ നടന്ന സംഭവത്തിന് പിമ്പിൽ പാകിസ്ഥാനാണെന്നോ അല്ലെങ്കിൽ കാശ്മീർ ഉണ്ടാകുന്ന സംഭവത്തിന് പാകിസ്ഥാനാണെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഡയറക്റ്റ് ആയിട്ട് ഇഷ്യൂ ഇനിയും ഇന്ത്യയിൽ ഉണ്ടാക്കിയാൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ഇടപെട്ടതുപോലെ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഇടപെടാൻ സാധിക്കുമോ? അപ്പോൾ പറ്റത്തില്ല. ഞാൻ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഞാൻ പറഞ്ഞതാ. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആക്ട് ഓഫ് വാർ ആയിരിക്കും. ആ പോളിസിയിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറി. കാരണം ഇനി ഒരു സംഭവത്തിൽ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, കാരണം അതെ,
പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ലഘുവായിട്ട് കാണും. ഇനിയും പാകിസ്ഥാനെ ഒരു നമ്മളൊന്ന് സർജിക്കൽ സ്ട്രൈക്കോ ഇത്തരം അറ്റാക്കോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നത് സൗദി അറേബ്യ അറ്റാക്ക് ചെയ്യാൻ സൗദി അറേബ്യ കണക്കാക്കുമെന്നാണ് നമ്മുടെ അക്കോർഡ് ഒക്കെ ഇന്ത്യ സൗദി അറേബ്യ അക്കോർഡ് ഇന്ത്യയിലെ സൗദി അറേബ്യ ഇപ്പോൾ നമ്മൾ മക്കയിലോ ജില്ലയിലൊന്നും ബോംബ് ചെയ്യുന്നില്ലെങ്കിലും അത് സൗദി അറേബ്യ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലായി കഴിഞ്ഞാൽ സൗദി ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെന്ത് ചെയ്യും? മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം എങ്ങനെയാകും? മുഴുവനും നാശമായി പോകും. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു സ്ട്രാറ്റജിക് സംഭവമാണ് ഇത്. കാരണം ഇന്ത്യ പൂർണ്ണമായിട്ട് ട്രാപ്പായേക്കുവാണ് സൗദി ഈ പാകിസ്ഥാൻ ഈ സംഭവം. കാരണം പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് അത് ആക്ട് ഓഫ് വാർ ആയിട്ട് സൗദി അറേബ്യ സൗദി എന്ന് പറയുന്നത് ബേസിക്കലി ഇസ്ലാമിക രാജ്യങ്ങളുടെ അവരുടെ ഹോളി നേതാവുണ്ട്. കാരണം ഹോളി സിറ്റി അവരുടെ നേതാവാണ് സൗദി അറേബ്യ. അതിൻ്റെ റിയാക്ഷൻസ് ഉറപ്പായിട്ടും മറ്റുള്ള അറബ് രാജ്യങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യും. കാരണം അവർ സൗദിയുടെ ഉപയോഗിക്കത്തുള്ളൂ ഉണ്ടാകും. അറബ് രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ ബന്ധം അത് വഷളാവുന്ന അത് അറിയാവുന്നതുകൊണ്ട് അറ്റാക്കിൻ്റെ അവസരം വന്നാൽ പോലും ഒരു സാഹചര്യം വന്നാൽ പോലും ഇനി ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ തടയേണ്ടിയിരുന്നത് ഒന്ന് ട്രേഡിനകത്ത് പഴുത് മാത്രമല്ല, രണ്ട് സൗദി അറേബ്യ പാകിസ്ഥാൻ അക്കോർഡ് നമ്മൾ അതിനാണ് അത് ഭയങ്കര ഒരു കാരണം. അതേപോലെ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ത്യ ഈ പറയുന്ന പോലെ നേരത്തെ ഈ ചൈനയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയിട്ട് ഈ ചൈന പാകിസ്ഥാൻ ബന്ധം ഈ വെപ്പൺസ് കൊടുക്കുന്ന രീതിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇന്ത്യ അനുവാദം കൊടുക്കരുതായിരുന്നു. അത് ഡിപ്ലോമാറ്റിക്കലി ഞാൻ പറഞ്ഞത് ഡിപ്ലോമാറ്റിക്കലി പെട്ടെന്ന് ചാടിക്കേറി ചൈനയുടെ ശത്രു അവിടെ ഇത് അത് ബാൻ ചെയ്യുന്നു, ട്രേഡ് ബാൻ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് അതൊരു ഫ്ലോപ്പ് ഗെയിമാണ് എനിക്ക് തോന്നുന്നത്. അവസാനം ആണെന്ന് മാത്രമല്ല, നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഒരു യുദ്ധം ഒരു രാജ്യത്തെ 20 വർഷം പുറകോട്ട് കൊണ്ടുപോകും. നമ്മൾ മത്സരിക്കുന്ന ഈ ഒരു ക്രൂഷ്യൽ ടൈമിൽ ഇന്ത്യക്ക് നല്ല ഒരു രാജ്യത്തിനും താങ്ങാനൊക്കുന്നതല്ല ഒരു യുദ്ധം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് വേണ്ടി മസിൽ പെരുപ്പിച്ച് കാണിക്കുകയല്ല ചെയ്യേണ്ടത്, ഡിപ്ലോമസി ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഡിപ്ലോമസി എന്ന് പറയുന്നത് ഇന്നും വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതോളം കാലം ഇന്ത്യക്ക് എന്ന് പറയുന്നത് ലോകത്തൊരു രാജ്യത്തിനും അമേരിക്ക വിട്ട് ഒരു യൂണിപ്പോളാണ് ലോകമാണ് അമേരിക്ക വിട്ട് ഒരു പദ്ധതി. കാരണം അമേരിക്കയുടെ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലെ മനസ്സിലായിട്ട് ഭാവിക്കുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ചോളം ഇന്ത്യ എന്ന് പറയുന്നത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഇന്ത്യ നല്ലൊരു മാർക്കറ്റ് തന്നെ, ഒരു സംശയവും ഇല്ല. ഇന്ത്യ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അമേരിക്ക ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ അമേരിക്ക ഇല്ലെങ്കിൽ ഇന്ത്യക്ക് ഒട്ടേറെ സംഭവിക്കാനാണ്. അമേരിക്കൻ എക്കോണമി തകർന്ന് ഇന്ത്യൻ എക്കോണമി തകർന്നു പോകും. ലോകം മുഴുവൻ അത് സ്ലോബിളായത്. അതാണ് അതിൻ്റെ ബേസ് നോക്കുന്നത്. അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം ഇക്കോണമിക്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്കയുടെ രീതി എന്ന് പറഞ്ഞാൽ ഇത്തരം പോളിസികൾ ഉപയോഗിക്കും, താരിഫ് ഉപയോഗിക്കും, എംബാർഗോ ഉപയോഗിക്കും, ഒന്നും തോക്കുമായിട്ട് പോകും. അല്ല, അമേരിക്കൻ എക്കോണമി അങ്ങനെ അമേരിക്ക എത്ര വർഷം കൊണ്ടുണ്ടായി എടുത്തൊരു ലോകഗുണ്ട അവരൊന്നും തൊടാൻ പറ്റത്തില്ല. ഇപ്പം ഇതിനകത്ത് ഞാനും ഈ ഷിജു പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ നേരത്തെ പല ആൾക്കാരോടും പറഞ്ഞതാണ്, ഇനിയും ഒരു ഇന്ത്യ പാകിസ്ഥാൻ വാർ ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടായിരുന്നു. കാര്യം ബാലാക്കോട്ട് പോലെയോ അതേപോലെ പുൽവാമ പോലെ, അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പോലെയോ ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്കും പരിപാടിയൊന്നും ഇനിയും പാകിസ്ഥാൻ്റെ മേളിൽ കയറാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം അതായത് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലും ഏഷ്യ, സൗത്ത് ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യയിലുണ്ടായ മാറ്റങ്ങളാണ് ഇതിന് കാരണം. പിന്നീട് ഇന്ത്യൻ അമേരിക്കൻ നയത്തിൽ വന്ന പാളിച്ചകൾ, ഇതെല്ലാം ഇത് മാറ്റർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ ഇന്നും അമേരിക്കയുമായിട്ട് ഒരു സെറ്റിൽമെൻറ്റിന്, കാരണം ഇനി പഴയ പോലെ അമേരിക്ക ഒരിക്കലും പറയത്തില്ല അമേരിക്കയുടെ ഏറ്റവും ഫേവറേറ്റ് അലയൻസ് പാർട്ട്ണറാണ് ഇന്ത്യ എന്ന് പറയത്തില്ല. അതേപോലെ തന്നെ ഞാൻ അറിയാൻ സാധിച്ചത്, ഇപ്പം ഇന്ത്യ ഇൻഡിജിനിയസ്ലി, അതായത് നമ്മളിപ്പോൾ തേജസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അതിൻ്റെ ഇഞ്ചൻ വാങ്ങുന്ന GE എന്നാണ്. പുറത്ത് വേറെ 5th ജനറേഷൻ എയർക്രാഫ്റ്റിന് വേണ്ടി നമ്മൾ ഫ്രാൻസിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രാൻസുകാർ നേരത്തെ പറഞ്ഞത് മുഴുവനും അവരും പിന്മാറി. അതായത് അവർ പറഞ്ഞ സോഴ്സ് കോഡ് കൊടുക്കത്തില്ല, ഈ സാധനം റഫേൽ ഇനി ഇന്ത്യ ഉണ്ടാക്കുന്നത് അവിടുത്തെ വേണം ഉണ്ടാക്കി ഇങ്ങോട്ട് തരും. അതായത് ഒരു കംപ്ലീറ്റ് യൂട്ടേൺ അടിച്ചു. അതെ, ഇതെല്ലാം ഫോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയെ വിട്ട്, അന്ന് അമേരിക്കയും ഇന്ത്യയുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക വിട്ട് ഇന്ത്യയെ സഹായിക്കത്തില്ല. യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും സഹായിക്കത്തില്ല. അപ്പം അമേരിക്ക നേരെ നമ്മൾ
മസിൽ പെരുപ്പിക്കാമെന്ന് എഴുതുന്നത് തികച്ചും നമ്മൾ ഒരു ഒരു അബദ്ധ ഒരു 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 തോന്നൽ. പിന്നെ മാത്രമല്ല, പാകിസ്ഥാനുമായിട്ട് ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന പക്ഷം ഗുരുതരമായ ഭവിഷ്യത്ത് ഇന്ത്യക്ക് ഉണ്ടാകും. കാരണം അതിലേക്ക് നടക്കാൻ ശ്രമിക്കാതിരിക്കാൻ നല്ലത്. അപ്പം ഏത് മെച്ചമെന്നുള്ളതല്ല വിഷയം, ഡിപ്ലോമസി ഉപയോഗിക്കാനുള്ളത് തന്നെയാണ് വിഷയം. കാരണം യുദ്ധത്തിലേക്ക് കടക്കാതെ ഇതിനകത്ത് മരിക്കുന്ന മനുഷ്യരും ഇതിനകത്ത് നഷ്ടപ്പെടുന്ന വസ്തുവകകളും അതിലൊക്കെ ഒരു ട്രംപിനെ ആ ഒരു ഉദാഹരണത്തിന് കാര്യം ട്രംപിന്റെ ഫസ്റ്റ് ടേമിൽ ഇറാൻ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇറാന് അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ആക്രമിച്ചു. ട്രംപ് നേരിട്ട് പറയുന്ന സ്റ്റേജുകളിൽ ഇവിടുത്തെ ട്രംപിന്റെ സെക്കൻഡ് ക്യാമ്പയിനകത്ത് സ്റ്റേജിൽ പറയുന്ന സംഭവമുണ്ട്. അതായത് ട്രംപ് ഓർഡർ കൊടുത്തു തിരിച്ചു പോയിട്ട് പാകിസ്ഥാന്റെ ഇറാന്റെ ആ പ്രധാന തുറമുഖങ്ങളിൽ ആക്രമിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഡിപ്ലോയ് ചെയ്തു. ഷിപ്പുകൾ പോയി. ഇവിടെ നിന്ന് 30 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അന്നേരം ട്രംപ് ചോദിച്ചു, ഇഫ് യു അറ്റാക്ക് ഹൗ മെനി പീപ്പിൾ ഡൈ? നമ്മൾ അറ്റാക്ക് ചെയ്താൽ എത്ര മനുഷ്യർ മരിക്കും? അതുപോലെ മേ ബി 300 സർ കം ബാക്ക്. അമേരിക്ക മുട്ടുമടക്കില്ല. ആ ഒരു മനുഷ്യനോട് ഒരു അമേരിക്കാരൻ കാണും. നമ്മൾ ഒരു പെയിന്റ് ചെയ്യുന്ന ഒരു വിഷൻ എന്ന് പറയുന്നത് ട്രംപിന് ബുദ്ധിയില്ല, ട്രംപിനാണ്. അത് സത്യമാണ്. അമേരിക്ക ഒരു രാജ്യത്തോട് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ 2ാം തവണ പ്രസിഡന്റായിട്ട് വരും. അപ്പം നമ്മൾ ഈ ലിബറൽ മീഡിയ പെയിന്റ് ചെയ്യുന്ന ഒരു കളറാണ് നമ്മൾ കാണുന്നത്. നമ്മളതാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ട്രംപിനെ ഇന്ത്യയെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നമ്മുടെ നേതാവിനെ അപേക്ഷിച്ച് 10 മടങ്ങ് ബുദ്ധിമാനാണ്. ഒരു വ്യവസായിയാണ്, ഒരു ട്രേഡറാണ്, ഒരു കച്ചവടക്കാരനാണ് ട്രംപ്. ട്രംപിന് അറിയാം ആർട്ട് ഓഫ് ഡീൽ, എങ്ങനെയാണ് ഡീൽ വർക്ക് ചെയ്യേണ്ടത്. ബൈ പവർ മസിൽ പെരുപ്പിച്ചും ഒരു കച്ചവടം നടത്താൻ അറിയാം. ഗുജറാത്തിയാണ് മോദിയെങ്കിലും നമുക്ക് അഭിമാനമുണ്ട്. നമ്മുടെ എന്താണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് പറയാവുന്നതുള്ള എന്തുവാണെന്നും ഒന്നും അല്ല. 2 പേർ തമ്മിൽ വരുമ്പോൾ ഇവരുടെ ബോഡി ലാംഗ്വേജ്, ഇവരുടെ കോൺവെർസേഷനുകൾ, ഏത് ഡോമിനേറ്റ് ചെയ്യുന്ന കൂടെ ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ ലോകത്ത് ഒരു നേതാവും, പുട്ടിൻ ഒഴികെ ലോകത്ത് ഒരു നേതാവിനും ട്രംപിനൊപ്പം പോലും നിൽക്കാൻ പറ്റത്തില്ല കാര്യത്തിൽ. ചൈനീസ് പ്രസിഡന്റ് നല്ലതാണെങ്കിലും പുള്ളി അധികം സംസാരിക്കാത്തത് കൊണ്ട് എന്താണ് മനസ്സിലിരിക്കുന്നത് പുറത്ത് വരത്തില്ല. അതല്ല ഒരു നേതാവിനെ പറയും ട്രംപിനൊപ്പം തലയെടുപ്പുള്ള ലോകത്തിൻ്റെ നേതാവെന്ന്. അതായത് സത്യം. നമ്മളത് കാണാതെ ട്രംപിനാണെന്ന് പറയുക. ട്രംപ് ഇസ് എ ഗ്രേറ്റ് ലീഡർ ഫോർ അമേരിക്ക. അമേരിക്ക ഫസ്റ്റ് എന്നാണ് ഇവിടെ പ്രിൻസിപ്പിൾ. ഒരു പാട്രിയോട്ടിക് ലീഡറാണ്. ഞാൻ കാനഡയിൽ താമസിക്കുന്നത്. എനിക്കറിയാം കാനഡയുമായിട്ട് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് വളരെ നല്ല പ്രസിഡന്റ് തന്നെയാണ്. വാട്ട് ഈസ് വൺ തിങ്, അമേരിക്കയ്ക്ക് പ്രയോജനമല്ല തന്നെ അമേരിക്കയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ അമേരിക്കക്കാരനെതിരായിട്ട് ട്രംപ് പുറത്ത് ഒരു കാര്യം പറയാൻ ഏത് എതിരായിട്ട് പറയുന്ന കഴിഞ്ഞാലും അറിവ് വളരെ പറയാമെങ്കിലും വ്യക്തമായിട്ട് പറയാൻ ഒന്നുമില്ല. ബിക്കോസ് എ വെരി പാട്രിയോട്ടിക് ലീഡ്, ഈസ് എ ഗ്രേറ്റ് ലീഡ്. അല്ല, എനിക്ക് തോന്നുന്നൊരു ഒരു സംഭവമുണ്ട്. നമ്മളിപ്പോൾ ട്രംപിനെ പോസ്റ്റർ ചെയ്ത് വലിയ സംഭവം ആക്കുമൊന്നുമല്ല. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന് ചില അബദ്ധങ്ങൾ പറ്റി. അതായത് ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ സക്സീഡ് ആവണം. കാരണം നമ്മൾ എവിടെ ചെല്ലേണ്ടതായിരുന്നു. അതിനകത്ത് കഴിഞ്ഞ 5 മാസം ഉണ്ടായ, അതായത് മ്യൂട്ടാണോ പോസാണോ ഡീറെയിൽഡ് ആണോ, എവിടെയാണ് നമ്മൾ ചെന്ന് നിന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ പുതിയ ഒക്ടോബറിൽ ഏകദേശം 9 to 13% ഇന്ത്യൻ എക്സ്പോർട്ട് ഡിക്ലൈൻ ചെയ്തത്. എല്ലാ സർവീസ് സെക്ടറിനെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടുത്തെ മീഡിയയും ആൾക്കാരും പറയുന്നത് പെട്ടെന്ന് യൂറോപ്പൊന്നും അങ്ങനൊന്നും അമേരിക്ക ധിക്കരിക്കത്തില്ല. കാരണം അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല കാരണം അതേപോലെ ഇസ്രായേലിന് സഹായിക്കത്തൊന്നുമില്ല. അമേരിക്ക നോ എന്ന് പറഞ്ഞാൽ നോ, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. മാർക്കറ്റ് അല്ലല്ലോ യൂറോപ്പ്. നമുക്ക് പകരമായിട്ട് അമേരിക്കയ്ക്ക് പകരമായിട്ട് യൂറോപ്പിനെ കാണാമെന്ന് പറയാൻ അതുപോയിട്ട് മാർക്കറ്റ് അല്ലല്ലോ യൂറോപ്പ്. ഞാനിപ്പോൾ ട്രംപിനെ മഹത്വവൽക്കരിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ട്രംപിനെ അമേരിക്കയെ മനസ്സിലാക്കി, അമേരിക്കയുടെ ശക്തി മനസ്സിലാക്കണം, എതിരാളി ആരാണെന്ന് മനസ്സിലാക്കി വേണം കളിക്കാൻ. നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് തിരുത്താൻ സമയമുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തമായ അഭിപ്രായം വീണ്ടും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തിരികെ വീണ്ടും നമ്മൾ വന്നാലും മോദിക്ക് മുമ്പുണ്ടായിരുന്നൊരു അംഗീകാരം ലോക നേതാക്കളിലേക്ക് കിട്ടത്തില്ല. അല്ല, അത് പോയി. കാരണം ഗ്ലോബലായിട്ട് ജിയോ പൊളിറ്റിക്സ് ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് പല ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളുടെ പല രാജ്യങ്ങളിൽ അവർ പറഞ്ഞ ആ ഒരു ചാമങ്ങ് പോയി. അപ്പോൾ ഈ പോസിബിലിറ്റി എന്തായിരിക്കും? പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യക്കുള്ളിൽ അല്ലെ ഇന്ത്യക്കാർക്കിടയിൽ ഒരു വികാരം മോദിയായിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യൻ നേതാവായിട്ട് മോദി നിൽക്കട്ടെ. പക്ഷെ വിദേശകാര്യത്തിന് കഴിവുള്ള മറ്റാളെ ഏൽപ്പിക്കണം. ആരെ ഏൽപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഇല്ല, ഇതിനകത്ത് ബേസിക്കലി പല കാര്യങ്ങളിലും നമ്മൾ ആൻറ്റിസിപ്പേഷൻ, നമ്മൾ എടുത്ത തീരുമാനങ്ങൾ
പലതും തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ആലോചിക്കേണ്ട ഒരു പ്രധാന വിഷയമുണ്ട്. ഈ ടെററിസം എന്ന് പറഞ്ഞ് ഒരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ, 5 വർഷം കൊണ്ടോ തീരുന്ന സംഭവമല്ല. അതെ. ഇറ്റ്സ് എ ലോങ് ടൈം പ്രോസസ്സാണ്. ഈ പറയുന്ന മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉള്ള ഇസ്രായേലും അത് ഏറ്റവും നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ആർമിയും അവർക്ക് പോലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന്, കാരണം ജനാധിപത്യ രാജ്യമാണ്, ഈ പറയുന്ന രീതിയിലുള്ള ഇസ്രായേൽ ചെയ്ത പോലെ സംഭവം ഒന്നും നമുക്ക് ചെയ്യാനും പറ്റത്തില്ല പല കാര്യങ്ങളിലും. കാരണം ഒരുപാട് ഈ പറയുന്ന ഭാഷാപരമായ വ്യത്യാസം. ഭാഷാപരമായ അല്ല അറബ് രാജ്യങ്ങളും ഈ മറ്റുള്ള അവരൊന്നും സൈലന്റ് ആയിട്ട് ഇരിക്കത്തുമില്ലേ. അതെ. കാരണം കാരണം ഇന്ത്യൻ ടെററിസം നമ്മൾ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ്. അതിനകത്തുള്ള ഗ്രൂപ്പുകളാണ് ഇതിന്റെ ഭാഗമെന്ന് പറയുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഈ കാശ്മീരാണെങ്കിൽ ഇവിടുത്തെ ടെററിസത്തെ ടാക്കിൾ ചെയ്യാൻ നമ്മൾ എന്താണ് പുതിയ വഴികൾ? അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരിടത്ത് പോയി ബോംബ് ചെയ്തുകൊണ്ടൊന്നും 2 ദിവസം, ഒരു ദിവസം പോയി 1 മണിക്കൂർ ബോംബ് ചെയ്തുകൊണ്ടൊന്നും ഒരു ടെററിസ്റ്റുകളും ലോകത്ത് തീർന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ 20 വർഷത്തെ നമ്മുടെ പ്രവർത്തനത്തിനകത്ത് നമ്മൾ ഈ ടെററിസ്റ്റ് ഗ്ലോബലായിട്ട് ഇപ്പം നേരിട്ട് പോയി ഓരോരുത്തരെയും ടെററിസ്റ്റ് ആണോ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നം തീർക്കാനോ പ്രായമാണെന്ന് തിരിച്ച് ടെററിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സംശയമില്ല, പാകിസ്ഥാൻ ടെററിസ്റ്റിൻ്റെ ഒരു ഈറ്റില്ലമാണ്. ആ പാകിസ്ഥാനെ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ നമ്മൾ കഴിഞ്ഞ 6 മാസം മുമ്പ് വരെ വിജയിച്ചെങ്കിൽ ഇന്ന് തിരികെ അവരുടെ യാഥാർത്ഥ്യമായ അവരുടെ ആ പ്രത്യേകത ടെററിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേകത മാറാതെ തന്നെ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയാണ്. അതെ, കാരണം UN കോച്ചെയർ ചെയ്യുന്ന ഇന്റർനാഷണൽ അതിന്റെ കോച്ചെയർ ചെയ്യുവാണ് ഇപ്പോൾ പാകിസ്ഥാൻ. കാരണം അതാണ് ഡിപ്ലോമാറ്റിക് ഫെയിലിയർ. ഏതായാലും നല്ലൊരു ടോക്കായിരുന്നു ചൈനയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അമേരിക്കൻ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ പ്രാധാന്യം. ഉറപ്പായിട്ട് ഇന്ത്യൻ നേതാക്കൾ അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. ഷിജു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.